ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകൾ മീനങ്ങാടി സുലൈമാന്റെ സമീപത്തേക്ക് പോയിട്ടുണ്ട്. അത് ഇവിടെ ആരും നിഷേധിച്ചിട്ടില്ല. ഈ സംഗതിയുടെ പ്രസക്തി എപ്പോഴാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഈ ഫോട്ടോയുടെ പ്രസക്തി എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ ഈ മീനങ്ങാടി സുലൈമാന്റെ സമീപത്തേക്ക് നമ്മുടെ നേതാക്കൾ ആരും പോയിട്ടില്ല, അല്ലെങ്കിൽ സുൽത്താനുൽ ഉലമ പോയിട്ടില്ല എന്ന് നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിലും ഒക്കെ ഇതാ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്ന അതിൽ ഒരു സാങ്കത്യമുണ്ട്. എന്നാൽ ഇങ്ങനെ നമ്മളത് നിഷേധിക്കാത്ത പക്ഷം ഇത് കൊണ്ടുവരുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നമ്മളൊരിക്കലും അത് നിഷേധിച്ചിട്ടില്ല. മീനങ്ങാടി സുലൈമാന്റെ സമീപത്തേക്ക് ശൈഖുന ഉസ്താദ് അവറുകൾ പോയിരുന്നു. പക്ഷേ അത് പോയത് ഒരിക്കലും അംഗീകരിച്ചുകൊണ്ടായിരുന്നില്ല പോയത് എന്ന് നൗഷാദ് എന്നെ പറയുന്നുണ്ട്. അതതിൻ്റെ രസം. ഇതെന്തിനാ ഇവൻ പറഞ്ഞുകൊണ്ടുവരുന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്ത ശേഷം ഉസ്താദ് അവറുകൾ പോയി. അപ്പോൾ ഉസ്താദ് അംഗീകരിച്ചു. ഉസ്താദ് ഉള്ളിലൂടെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ അംഗീകരിച്ചു കൊണ്ടുപോയി എന്ന് പറയാനാണ് നൗഷാദ് ഇത് പറയുന്നത്. പക്ഷേ അതേ പ്രസംഗത്തിൽ അവരെ കൊണ്ട് തന്നെ അള്ളാഹു പറയിപ്പിച്ചു. ഉസ്താദ് അവറുകൾ അത് അംഗീകരിച്ചിട്ടില്ല. അയാൾ പറയുന്ന ഒരു കാര്യവും ഉസ്താദ് അവറുകൾ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പം അദ്ദേഹം പറഞ്ഞതൊക്കെ അങ്ങനെ നെവർമെന്റ് ചെയ്ത് വിടുകയാണ് ചെയ്തത് എന്ന് നൗഷാദ് തന്നെ പറയുന്നുണ്ട്. ആ വിശുദ്ധമായ ഹദറത്തിൽ ചെന്നിരുന്ന നിങ്ങൾക്ക് അവരുടെ കൽപ്പനകളിൽ ഒന്നുപോലും പാലിക്കാൻ കഴിഞ്ഞില്ല. സമ്പൂർണ്ണ പരാജയമാണ് നിങ്ങൾക്കുണ്ടായത്. മുഴുവൻ അവഗണിച്ചു. പൂർണ്ണമായും നിങ്ങൾ അവഗണിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോ ഉസ്താദ് അവർകൾ പൂർണ്ണമായി അവഗണിച്ചു. കറക്റ്റാണ്. ഉസ്താദ് അവർകൾ പൂർണ്ണമായും അവഗണിച്ചിട്ടുണ്ട്. അതൊന്നും ഉസ്താദ് പരിഗണിച്ചിട്ട് പോലുമില്ല. ഇത് നൗഷാദെ നീ തന്നെ പറഞ്ഞതല്ലേ? അപ്പൊ ഉസ്താദ് അവർകൾ അംഗീകരിച്ചുകൊണ്ടായിരുന്നില്ല പോകുന്നത്. അദ്ദേഹം പറഞ്ഞത് മഹാനായ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ ഹയാത്ത് കാലത്ത് ഉസ്താദ് അവറുകളോട് പറഞ്ഞ നിർദ്ദേശം അക്ഷരം പ്രതി അവിടുത്തെ ജീവിതത്തിലുണ്ട്. ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് സുൽത്താനുൽ ഉലമയും താജുൽ ഉലമയും അടക്കമുള്ള നമ്മുടെ ഉലമാ മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത് എന്നത് ഇവിടെ ചരിത്രം അറിയുന്ന ആർക്കും അറിയാം. അപ്പം അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഔലിയാക്കളാണെങ്കിൽ ആ മഹാന്മാരുടെ നിർദ്ദേശം പൂർണ്ണമായും ജീവിതത്തിൽ പാലിക്കുന്നവരാണ് സുൽത്താനുൽ ഉലമയും അതുപോലെ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരും എന്നത് വളരെ വ്യക്തമായി ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ്. അത് നൗഷാദും ടീമും തന്നെ നേരത്തെ പറഞ്ഞതുമാണ്. എന്നാൽ ഇദ്ദേഹം പറയുന്നത് ഒന്നുപോലും ഉസ്താദ് അവറുകൾ പാലിച്ചില്ല, അത് പൂർണ്ണമായും അവഗണിച്ചു കഴിഞ്ഞു എന്ന് ആര് തന്നെ പറയുന്നു? ഇതേ പ്രസംഗത്തിൽ നൗഷാദ് തന്നെ പറയുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന് ദീനും ഇല്ല ദുനിയാവും ഇല്ല എന്ന് പറഞ്ഞത്. പറയുന്ന സമയത്തെങ്കിലും അയാൾ പറയുന്ന ദുർവ്യാഖ്യാനം ഫലപ്പെടണമെങ്കിൽ അതിന് വൈരുദ്ധ്യം അതേ പ്രസംഗത്തിൽ പറയാതിരിക്കണ്ടേ? അതറിയില്ല, അത് ചിന്തിക്കാൻ മാത്രമുള്ള ബുദ്ധിയാക്കില്ല. അപ്പോൾ ഉസ്താദ് അവറുകൾ അവിടെ പോയത് ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശം സ്വീകരിക്കാനോ ആ നിർദ്ദേശം ജീവിതത്തിൽ പാലിക്കാനോ അല്ല. അങ്ങനെ ഒരിക്കലും ഉസ്താദ് ചെയ്തിട്ടുമില്ല എന്ന് നൗഷാദ് തന്നെ പറഞ്ഞു. അതോടുകൂടെ നൗഷാദെ നീ കൊണ്ടുവന്നതും കൊണ്ടുവരാൻ പോകുന്നതും എല്ലാറ്റിൻ്റെയും മുന ഒടിഞ്ഞു കഴിഞ്ഞു. ഉസ്താദ് അവറുകൾ അവിടെ പോയത് അയാളുടെ നിർദ്ദേശം സ്വീകരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാനല്ല എന്നുറച്ചില്ലേ? അങ്ങനെ ഉസ്താദ് അവറുകൾ അത് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്നും ഉറച്ചില്ലേ? അത് ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ, നീ തന്നെ പറഞ്ഞതല്ലേ?